ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കക്കിരിക്ക ജ്യൂസാണ്. അതിനാവശ്യമായി ഒരു പുതിന വേണം, ഒരു കക്കിരിക്ക വേണം, ഒരു ചെറുനാരങ്ങ പകുതി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. പിന്നെ നമുക്ക് ആവശ്യമായ സാധനം തേനാണ് ആവശ്യം. തേനില്ലെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാം. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസായ കാരണം നമ്മൾ തേനാണ് ഉപയോഗിക്കുന്നത്. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കക്കിരിക്ക ജ്യൂസ്. ഇനി മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് നമുക്ക് കക്കിരിക്ക കട്ട് ചെയ്തിട്ട് നല്ല ഇടാം, പിന്നെ പുതിന ഇടാം, പിന്നെ ആ ചെറിയ ഇഞ്ചി ഇടാം, പിന്നെ നമുക്ക് ആ ചെറുനാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞൊഴിക്കാം. പിന്നെ മധുരത്തിന് നമുക്ക് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര, അല്ലെങ്കിൽ തേനാണെങ്കിൽ തേൻ ഒഴിക്കാം. തേൻ ഒഴിച്ചാൽ നല്ലതാണ്. തേനില്ലെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാം. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് നമ്മൾ ഇന്നത്തെ കക്കിരിക്ക ജ്യൂസ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് കക്കിരിക്ക ജ്യൂസ്. ഇനി നമുക്ക് കുറച്ച് തേൻ ഒഴിക്കാം. തേനില്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്, അതുകൊണ്ടാണ് തേൻ ഉപയോഗിക്കുന്നത്. ഇനി നല്ല ഫ്രിഡ്ജിൽ വെച്ച തണുപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഈ ജ്യൂസ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണിത്. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ വില്ലേജ് K9 വൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കക്കിരിക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കക്കിരിക്ക ജ്യൂസ്. ഇതേപോലെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. എത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണിത്, കക്കിരിക്ക ജ്യൂസ്. ഇത് കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? അടുത്ത വീഡിയോസുമായി കാണാം.